Hi friends, it's me Shada Farwin here with another video. വെസ്റ്റീജ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ദെൻ ഇതിൽ ആഡ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി റെഫറൽ കോഡ് അല്ലെങ്കിൽ വാലിഡ് അപ്ലൈൻ ഐ ഡി നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരാളെ സ്പോൺസർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഐ ഡി നമ്പറാണ് വാലിഡ് അപ്ലൈൻ ഐ ഡി ആയി ഫിൽ ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ ഐ ഡി നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഐ ഡി ആണെന്ന് ഇവിടെ വെരിഫൈ ചെയ്യുന്നു. ഇനി നമ്മൾ കൺട്രി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ കൺട്രിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇന്ത്യ, UAE, കിങ്ഡം ഓഫ് ബഹ്റൈൻ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഗാന എന്നിങ്ങനെ ഒരുപാട് കൺട്രീസ് നമുക്ക് ഓപ്ഷനിലുണ്ട്. സോ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ കൺട്രി നമ്മൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പിൻകോഡ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വെരിഫൈ സെലക്ട് ചെയ്യുമ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാകും. അത് നമ്മളിവിടെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അവരുടെ മൊബൈലിലേക്ക് സെൻഡ് ആയിട്ടുള്ള OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 80298134 എന്ന ID നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളിവിടെ ടിക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ അഗ്രി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ അവരുടെ മൊബൈൽ നമ്പറിലേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ID നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും SMS ആയിട്ട് സെൻഡ് ആയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ ഓക്കെ സെലക്ട് ചെയ്യാം. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് KYC ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഒരു ID എങ്ങനെ KYC ചെയ്യാം എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇവിടെ മൈ KYC എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്ന് നമുക്ക് സെൽഫായിട്ട് നമ്മുടെ ഐഡിയെ തന്നെ നമുക്ക് KYC ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലൈൻ്റെ ID നമുക്ക് KYC ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡൗൺലൈൻ്റെ ID ആണ് KYC ചെയ്യുന്നത്. സോ
ഞാൻ ഡൗൺലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അവരുടെ ഡിസ്ട്രിബ്യൂട്ടർ ID ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർ ID നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. 80298134 എന്നുള്ളതാണ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ. സോ അദ്ദേഹത്തിൻ്റെ നെയിം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി അവരുടെ എന്ത് ID പ്രൂഫാണ് നമുക്ക് KYC ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് എന്ന് കൂടെ നമുക്ക് നോക്കണം. സോ ഇവിടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടർ ID, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ ഞാൻ ആധാർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആധാർ സെലക്ട് ചെയ്തു. ഇനി പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ലൈസൻസ് ആണെങ്കിൽ ലൈസൻസ് സെലക്ട് ചെയ്യാം. വോട്ടർ ID ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്യാണ്. ഇവിടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. സോ അത് കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഓക്കെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡ് കൂടെ നമുക്ക് ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. സോ ഈ ക്യാമറയുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ ടേക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സൈഡ് കൂടെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ദെൻ ഓക്കെ സെലക്ട് ചെയ്യാം. ബട്ട് ഇവിടെ ഞാൻ ഗാലറിയിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് കൂടെ ഞാൻ കാണിക്കാം. സോ അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ഒന്നുകൂടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ ചൂസ് ഫ്രം ലൈബ്രറി എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഗാലറി ഓപ്പൺ ആകുന്നു. ഇതിൽ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഒന്നുകൂടെ ക്യാമറയുടെ സൈൻ സെലക്ട് ചെയ്ത് ചൂസ് ഫ്രം ലൈബ്രറി സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ സെലക്ട് ചെയ്യുന്നു. ഇനി അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൂടെ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, KYC അപ്ലോഡഡ് എന്ന് കാണിച്ചു. സോ സക്സസ്ഫുൾ ആയിട്ട് KYC അപ്ലോഡഡ്. Wish you well then. Thank you.